ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AU ഗെയിമിംഗ് വൈറ്റി ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ മാച്ച് വെച്ചാൽ നമ്മൾ മാച്ച് കളിക്കാൻ പോകുന്നത് ഇന്ന് വെസ്റ്റ് ഹാമിൻ്റെ കൂടെയാണ്. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ വെസ്റ്റ് ഹാമിൻ്റെ കൂടെയാണ്. അപ്പോൾ വേറെ സെമി ഫൈനലാണ് AC മിലാനും ആർസെനലുമാണ്. പിന്നെ നമ്മളും പിന്നെ വെസ്റ്റ് ഹാമുമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനലാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇപ്പം തന്നെ കേട്ടോ. ഇതിനുശേഷം നമുക്ക് ഇവൻറ്റ് കളിക്കണം. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ സ്കോഡ്. നമുക്ക് ഏതായാലും എനർജി ഒക്കെ കൊടുക്കാണ്ട് ആകെ കുറവാണ് എനർജി ഒക്കെ. ഇംബോബിലേക്ക് കൊടുക്കാം, ആദ്യം തന്നെ വെർണറിന് കൊടുക്കാം, ഗാവിക്ക് കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കണം. അത്രയും ഇല്ല, ആർക്കും എനർജി ഇല്ല. വെസ്, ഡിയോപ്പ്, ഹാരി മഗ്വയറൊക്കെ കൗഫാലിന് കൊടുക്കണം. പിന്നെ ഗോൾ കീപ്പറിന് 2 എത്ര കൊടുക്കണം. ഇപ്പം നമ്മളടുത്ത് 700ൻ്റെ അടുത്തുണ്ടായിരുന്ന കോയിൻസ് ഇപ്പോൾ നമുക്ക് 564. അത്രയും നമ്മൾ എനർജി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മളെ കരിയറിൽ ടോപ്പ് സ്കോറർ ആയിരിക്കണം. 44 ഗോളാണ്. ടീമോ വെർണറാണ്. അസിസ്റ്റുകൾ ഇംബോബിലെ 0 ഇംബോബിലെയാണ്. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് സ്കോറർ ആണെങ്കിലും നമ്മളെ ടീമോ വെർണറാണ്. 17 ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാച്ചിലേക്ക് കളിക്കാം. ഇതാണ് വെസ്റ്റ് ഹാമിൻ്റെ സ്കോഡ്. ഇതാണ് നമ്മുടെ സ്കോഡ്. ലൂക്കാസ് പക്കേറ്റ് ഒക്കെ ഉണ്ട് അവരുടെ ടീമിൽ. അപ്പോൾ ഏതായാലും കളി തുടങ്ങിയിട്ടുണ്ട്. ഔത്ത FC വേഴ്സസ് ടോട്ടഹാം നോ വെസ്റ്റ് ഹാം. സോറി ഗൈസ്, പേര് അറിയാൻ മാറിപ്പോയതാണ്. ഇപ്പോൾ ഇതാ നമ്മളാണ് ഫസ്റ്റ് ടച്ച് ഇറക്കുന്നത്. ഹാരി മഗ്വയർ ടു ഹിബോബി ടു ഗാവി പന്ത് പോയി. പക്ഷേ ഇന്റർസെപ്റ്റ് ചെയ്യാൻ നമ്മൾ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. ഡിയോപ്പ് CB ആണ് പോകുന്നത്. CB ആണ് റൺ ചെയ്യണത്. ഇതിന് റെഡ് കാർഡ് കൊടുക്കണം, എന്തായാലും കൊടുക്കണം. യെസ് ഗൈസ്, അവർക്ക് റെഡ് കാർഡ് കിട്ടിയിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടിക്കുക. ഷീറ്റുണ്ടായിരുന്നില്ല. ആരെ ഫ്രീ കിക്ക് കിട്ടണേ അവരുടെ തന്നെ നമുക്ക് ഇനി ഒന്ന് നോക്കാം ഗൈസ്. ഇനി ഏതെങ്കിലും ഫ്രീ കിക്ക് കിട്ടുമ്പോൾ. അപ്പോൾ അതാ നമുക്ക് അവരെ ഗോൾ അടിക്കുമ്പോൾ ത്രോയിനിലേക്ക് പോയത്. ഹാരി മഗ്വയർ ടു ഗാവി ടു ലുക്മാൻ ടു ഇംബോബിലെ ടു വെർണർ ഷോട്ട് അടിച്ചു. പക്ഷെ അവർ 2 വട്ടം ബ്ലോക്ക് ചെയ്തു. അങ്ങനെ വീണ്ടും അത് ത്രോയിനിലോട്ടാണ് പോകുന്നത്. വീണ്ടും നമുക്ക് ത്രോയിന്. അങ്ങനെ ഹാരി മഗ്വയർ ടു കൗഫാൾ. അവർ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ലൂക്കാസ് പക്വേറ്റോ, അൽവാരസിൻ്റെ ഒപ്പം വീണ്ടും വന്നിരിക്കുന്നു. ടീമോ വെർണർ വീണ്ടും റൺ ചെയ്യുന്നു. പക്ഷെ നമുക്ക് ബോൾ കിട്ടുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് വീണ്ടും ഇന്റർസെപ്റ്റ് ചെയ്യും നമ്മൾ ബോള്. അപ്പോൾ ഇതാണ് വീണ്ടും ഇംബോബിലെ ടു വെർണർ. ടീമോ വെർണർ, വാട്ട് എ ഗോൾ. ടീമോ വെർണർ 1 ഗോൾ. അവർക്കിപ്പോൾ റെഡ് കാർഡ് ഉണ്ട്. ഏതായാലും ഇപ്പോഴത്തെ സ്കോർ എന്ന് പറഞ്ഞാൽ 1-0 ആണ്. ലൂക്കാസ് പക്വേറ്റ, ഇംബോബിലെ ഗോളിക്ക് പാസ് കൊടുക്കുന്നു. അവർ ബാക്ക് പാസ് കളിക്കുന്നുണ്ട്. ലുക്മാൻ ടു ഗാവി ടു ടീമോ വെർണർ. സ്കോർ ഗൈസ് 2-0. സെമി ഫൈനലാണ് ഗൈസ്. ആലോചിക്കണം നിങ്ങൾ, സെമി ഫൈനൽ ഇപ്പം തന്നെ 2 ഗോൾസായി. 39 മിനിറ്റിൽ 40 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇതാ ലൂക്കാസ് പക്കേറ്റിൻ്റെ അടുത്ത് പന്ത് തിരിച്ചെടുക്കാൻ പറ്റിയില്ല, ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ലൂക്കാസ് പക്കേറ്റ് ബാക്ക് കളിക്കുന്നു. ഹാരി മഗ്വയർ ഇംബോബിലെ എടുക്കുന്നു. ഇംബോബിലെ ടു ഹിബോബി ടു ടീമോ വെർണറിൻ്റെ പാസ് മിസ് അല്ല, അവർ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ടീമോ വെർണർ വീണ്ടും റൺ ചെയ്യുന്നു. പക്ഷെ കിട്ടുന്നില്ല. പക്ഷെ വീണ്ടും എങ്ങനെയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്നാലും അത് പോകുന്നു. അങ്ങനെ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെന്തെങ്കിലും പ്രൊഡിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്നാലുള്ളൂ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുക, ആരൊക്കെ എങ്ങനെ കളിപ്പിക്കണം എന്നൊക്കെ.
ഏതായാലും ഞാൻ സ്കോഡ് കാണിച്ചതിൻ്റെ ലാസ്റ്റ് 2 മാച്ചുകളും കഴിഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ സ്കോഡ് കാണിച്ചു തരാം. നിങ്ങൾക്ക് പ്രൊഡിഷൻസ് കമൻറ്റ് ചെയ്യാം. ആരൊക്കെ ആ സൈഡിൽ കളിപ്പിക്കണം, ആരൊക്കെ ആ സൈഡിൽ കളിപ്പിക്കേണ്ട എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത് നിങ്ങളിഷ്ടം. പിന്നെ നമ്മളെ ഈ ടീമിൽ കുറച്ച് ജർമ്മൻ പ്ലേയേഴ്സ് കുറച്ച് കൂടുതലുണ്ട് ഗൈസ്. ബ്രസീലിയൻ പ്ലേയേഴ്സ് കുറവാണ്, പക്ഷേ ജർമ്മൻ പ്ലേയേഴ്സ് കൂടുതലുണ്ട്. ലിനോ, ടീമോ വെർണർ അങ്ങനത്തെ കുറേ പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ജർമ്മനത്തെ അടിപൊളി പ്ലേയേഴ്സ് ഉണ്ട്. ജർമ്മൻ പ്ലേയേഴ്സ് ടീമോ വെർണർ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഗോൾ സ്കോററാണ്. എത്ര ഗോൾ അപ്പം തന്നെ സ്കോർ ചെയ്തിരിക്കണേ. ഇതാ പറഞ്ഞിട്ടില്ല, അപ്പത്തേനും ഒരു ഷോട്ട് അടിച്ചു. എന്നിട്ട് നമുക്കൊരു കോർണറും കിട്ടി. ഗാവി ടു ഡിയോപ്പിൻ്റെ ഷോട്ട്. ഓഫ്, ഗോളി സേവ് ചെയ്യാണ്. ഗോളിൻ്റെ കയ്യിലേക്ക് അടിച്ചെടുക്കണേ. ഇതിപ്പോഴും 2-0 തൻ്റെ സ്കോറിലാണ് ഇപ്പോഴും ഔട്ടായി FC മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ടീമോ വരുന്ന ഒരു പാസ്, പക്ഷേ അത് കിട്ടുന്നില്ല. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെ എടുക്കാൻ പോകുന്നു. എടുത്താലും ഗാവി വീണ്ടും ഇന്റർസെപ്റ്റ് ചെയ്യാൻ പോകുന്നു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ വെസ്സിനും കിട്ടിയില്ല. അവർ പാസ് എടുത്തു, പക്ഷേ അത് ത്രോയിനിലോട്ടാണ് പോകുന്നത്. നല്ല ഷൂട്ടിലാണ് പാസ് എടുത്തത് തോന്നുന്നു. ഇത് ഹിബോബി പന്ത് എങ്ങനെയൊക്കെ പിടിച്ചെടുക്കുന്നു. ഷൂട്ട് കൂടിയത് എങ്ങനെ നിർത്താൻ നോക്കിയിട്ട് അത് കിട്ടിയില്ല, പക്ഷെ എന്നാലും നിർത്തി. അങ്ങനെ ടീം ഓവറിന് ഹാട്രിക് ഗൈസ്. ഇതുവരെ ഞാൻ വീഡിയോയിലൊക്കെ ടീം ഓവറിനത് ഹാട്രിക് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും, ഞാൻ ഇപ്പോൾ ടീം ഓവറിനെ കൊണ്ട് എത്ര ഹാട്രിക് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസും നോക്കിയിട്ട് എത്ര ഹാട്രിക് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം. ഇത് ഗാവി ഇന്റർസെപ്റ്റ് ചെയ്യാൻ പോകുന്നു. ഗാവി കൗഫാൾ ടു ഇംബോബലെ ടു ടീമോ വെർണർ. അങ്ങനെ വെസ് പിടിക്കുന്നു. വെസ് പിടിച്ചതിന് ശേഷം ടീമോ വെർണറിൻ്റെ ലോങ് ഷൂട്ട്. ടീമോ വെർണർ ഗൈസ് കോർണർ കിക്ക് കിട്ടുന്നു. ഒരു അടിപൊളി സേവ് ആയിരുന്നു അവർ ഗോൾ കീപ്പറിൻ്റെ. അതാ ന്യൂനോ മെൻഡസ്. അടിപൊളി ഇതായിരുന്നു, ട്രൈ ആയിരുന്നു ന്യൂനോ മെൻഡസിൻ്റെ, പക്ഷെ ഒന്നും നടന്നില്ല. ഹിബോബി ടു ടീമോ വെർണർ. കോർണർ ഗൈസ്. ഗാവി ന്യൂനോ മെൻഡസ്. നല്ല അടിപൊളി ട്രൈ ആണ്, രണ്ടാമത്തെ ട്രൈ ആണ്. ജസ്റ്റ് മിസ്സിനാണ് എല്ലാതും ന്യൂനോ മെൻഡസിൻ്റെ പോകുന്നത്. അതാണ് ഇത് അത്ഭുതം എന്നല്ല, ജസ്റ്റ് ഒരു ഇതാണ്, ജസ്റ്റ് മിസ്സാണ് എല്ലാ ഇതും. അപ്പോൾ മാൻ ഓഫ് ദ മാച്ച് ഓഫ് കോഴ്സ് ടീമോ വെർണർ, ദി ജർമ്മൻ പ്ലെയർ, ദ CF ഹിസ്റ്ററി, എന്തുവാണെങ്കിലും വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.